അത്യന്തം അനിശ്ചിതത്വം സൃഷ്ടിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചയായി സ്വർണ്ണ വിപണി കടന്നു പോകുന്നത്. ഒറ്റയടിക്ക് കുത്തനെ വില കൂടുകയും പിന്നീട് താഴേക്ക് ഇടിഞ്ഞു വീഴുകയും വീണ്ടും വില കൂടുകയും ചെയ്യുന്ന പ്രവണതയാണ് സ്വർണ്ണ വിപണിയിൽ ദൃശ്യമാകുന്നത്. ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വത്തിനൊപ്പം US ഡോളറിന്റെ ചാഞ്ചാട്ടവും സ്വർണ്ണത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഏപ്രിൽ 23-ന് സ്വർണം ഏകദേശം 2% കുറഞ്ഞ് ഔൺസിന് $3318.71 വ്യാപാരം നടത്തിയെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിനെ പുറത്താക്കുമെന്ന ഭീഷണിയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങുകയും ചൈനയുമായുള്ള വ്യാപാരത്തിൽ സാധ്യമായ പുരോഗതിയെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇടിവ് സംഭവിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സാമ്പത്തിക അനിശ്ചിതത്വവും ഇറക്കുമതികൾക്കുള്ള പുതിയ US താരിഫുകളും കാരണം സ്വർണം ഔൺസിന് $3500 എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് ഞൊടിയിടയിൽ സ്വർണം താഴേക്ക് പതിക്കുന്നത്. റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം സ്വർണ്ണവില ഇടിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന ആശങ്കയിലാണ് നിക്ഷേപകരെല്ലാം. ഈ മാസം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ US ഇറക്കുമതികൾക്കും 10% താരിഫ് ഏർപ്പെടുത്തി ആഗോള വിപണികളെ ഞെട്ടിച്ചിരുന്നു. ഇത് നിക്ഷേപകരുടെ സാമ്പത്തിക ആത്മവിശ്വാസം ഇളക്കിമറിച്ചു. ആ നീക്കം നിക്ഷേപകരെ സുരക്ഷിത താവളമായ സ്വർണത്തിലേക്ക് ആകർഷിച്ചു. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയായ ഔൺസിന് $3500 വിലയെത്തിച്ചു. ഏപ്രിൽ 24-ന് ഔൺസിന് $3337.99, ഗ്രാമിന് $107.21, കിലോഗ്രാമിന് $1,07,209.80 എന്നിങ്ങനെയായിരുന്നു സ്വർണ്ണവില. തന്റെ കർശനമായ നിലപാടിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയതാണ് സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണം. ട്രംപ് തന്റെ സ്വരം മയപ്പെടുത്തുകയും ഫെഡ് ചെയർ പവലിനെ പുറത്താക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തപ്പോൾ സമ്മർദ്ദം കുറഞ്ഞു. നിക്ഷേപകർക്ക് കുറച്ചുകൂടി റിലാക്സ് ആകാനും സ്വർണത്തിൽ നിന്ന് മാറി ഓഹരികൾ പോലുള്ള അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് മടങ്ങാനും കാരണമായി. അതുകൊണ്ടാണ് ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $3318 വില കുറഞ്ഞത്. Subscribe to One India and never miss an update.